ഇപ്പം ദാ എല്ലാവരും നല്ല ജോലിയിലാണ് കേട്ടോ. ജോലി എന്ന് പറഞ്ഞാൽ പണിയെടുക്കണവരും ഉണ്ട്, എല്ലാവരും ചിലവരൊക്കെ തിന്നണവരും ഉണ്ട് കേട്ടോ. ഇതാ സാറുമാരടക്കം വന്നിട്ടുണ്ട് കേട്ടോ. അതാ പിന്നെ നാടൻ പാട്ടിനുള്ള കോലുണ്ടാക്കുകയാണ്. അപ്പോൾ കലോത്സവമല്ലേ വരുന്നത്, അപ്പം അന്നേക്കുള്ളതാണ് കേട്ടോ. ക്ഷീണം മാറ്റാനിതാ ഞങ്ങൾ കൂടൈസൊക്കെ വാങ്ങിയിട്ടുണ്ട്. സമ്പ്രദായം വകേ. ഓ സെറ്റ് സെറ്റ്. നല്ല പണിയിലാണ്, കൂടൈസും തിന്നിട്ട് നല്ല പണിയിലാണ്. ബാക്കിയുള്ളവരൊക്കെ കൂടൈസ് തിന്നിരിക്കുകയാണ്. നല്ല സ്പെഷ്യൽ ഉണ്ടാവില്ലേ അല്ലേ രാമ? ഉച്ചക്കത്തെ നല്ല സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ പുഴയ്ക്ക് പോവാണ് കേട്ടോ. എല്ലാവർക്കും ഒരാഗ്രഹം നമുക്ക് പുഴയിൽ പോയി കഴിക്കാമെന്ന്. പഠിപ്പിക്കുന്ന മാഷ്മാരുണ്ട്, പിന്നെ മോളുടെ കൂട്ടുകാരികളുണ്ട്, അവരെ അമ്മമാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പുഴയ്ക്ക് പോവാണേ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പഴമയിലോട്ടൊരു പോക്കാണ്. ഞങ്ങൾ പഴമെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് നമ്മൾ എന്താ പറയുക, പണ്ട് കാലത്ത് നമ്മൾ ഇലയിലൊക്കെ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് കുട്ടികളെ നമ്മൾ നാടൻ പാട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അവർ വിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ നാടൻ പാട്ടിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഞങ്ങളിന്ന് പുഴയിൽ പോയിട്ട് ഞങ്ങളിന്ന് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. ഫുഡൊക്കെ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് വെച്ച് ഞങ്ങൾ കഴിക്കണം. ആ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ എല്ലാവർക്കും. ഇതൊക്കെ എത്രയോ തൊടിയുണ്ട് അവർക്ക്. പണിക്കാരുണ്ട് ഈ ബംഗാളികൾ. അങ്ങനെ ഞാൻ ചോദിച്ചാൽ സെമിനാരി അച്ഛന്മാർ പഠിക്കുന്നതും താമസിക്കുന്നതുമായിട്ട് സ്ഥലത്തിന് സെമിനാരി എന്നാണ് പറയുന്നത്. അങ്ങനെ പഠിക്കല ഇവര്. ഇവിടെ 2-3-4 ഫാദർമാരുണ്ട്, അവർ താമസിക്കുന്നതിന് സെമിനാരി എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടല്ലാത്ത ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ ഇതിലേറെ ഒന്ന് ഉഷാറാക്കിയിരുന്നു. ഏട്ടൻ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് വിളിയോട് വിളിയാണ്, നിങ്ങൾ വെച്ചോ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചാണ്ട്. അപ്പോൾ ഏട്ടല്ലാതെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങൾ കഴിക്കണ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതാ ഞങ്ങൾ പുഴയിലെത്തിയിട്ട് നല്ല വെയിലാണ്. ഞങ്ങളിതാ തണലത്തേക്ക് പോവാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഓരോ പൊതിയുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ കവറും പാത്രങ്ങളും കുപ്പിയൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. നല്ല വെയിലാണ്. ഞങ്ങൾ തണലത്തേക്ക് പോവാണ് കേട്ടോ. ഓരോരുത്തർ വരുന്നുണ്ട്. ഇതാ കണ്ടോ, അവളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഏറ്റി കുഴങ്ങിയുണ്ട് ഓരോന്ന്. അതിലേക്ക് നമുക്ക് പോവാം. ഇപ്പം ഇതാ പുഴേൻ്റെ ആ അങ്ങേ തല എത്തണം കേട്ടോ. നമുക്ക് അവിടെയാണ് നല്ല തണുപ്പുള്ളത്. വെള്ളം തണുപ്പില്ലേ? അപ്പം ഞങ്ങളിങ്ങനെ അപ്പുറത്തേക്ക് എത്തണം കേട്ടോ. വീഴാതെ പോയിക്കോളി. നല്ല തണുപ്പുണ്ട് അല്ലേ? ഇതാ അവർക്കൊന്ന് ഷിബിയൊക്കെ നോക്ക്, കൊഞ്ഞാടുണ്ടോ ഷിബിയെ. അവർക്കൊന്നും ഇങ്ങനെ ശീലം ഉണ്ടാവില്ല. അതെ, മക്കൾക്കൊന്നും ശീലം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ നടന്ന് ശീലം വേണം. വീഴരുത് കേട്ടോ മോനെ, വീഴരുത്. ശ്രദ്ധിച്ച് പോകണം, നല്ല വഴുക്കലുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കരയിലെത്തി. അപ്പാ കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. വെയിലാണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറെ ബുദ്ധിമുട്ട് വരാൻ. ഓ ഇപ്പം ഇതാക്കണ് ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചു. ഒരു തരത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചു കേട്ടോ. ഷിബിയൊക്കെ ആകെ കുഴങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഈ പുഴയിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇടങ്ങേറായി. ഏതായാലും സെറ്റായി. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്ത ആഴ്ചയും വരും എന്നൊക്കെ ഉണ്ടോ പറയണപ്പോൾ. എത്തിയപ്പോൾ പുഴയിൽ കൂടെ പോകുന്നപ്പോൾ പിന്നെ അങ്ങനെ പ്രാഗിന്ന് എല്ലാവരും. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പറയാൻ ഞാൻ അടുത്ത ആഴ്ചയും വരും. അപ്പം ഇനി ഇത് കഴിക്കണം. ഏതായാലും ഒരു 5 മിനിറ്റ് ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ. എത്തി ഇവർ രണ്ടുപേരും. ഓ എലന്റെ പേരറിയില്ല അത്ര. വട്ടയില. വാ നമുക്ക് കഴിക്കാം, ഫുഡ് കഴിക്കാൻ വരി. നല്ല രസം. ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായി. കാല് വരയ്ക്കുണ്ടോ? അതിങ്ങനെ അറിയോ? അതെന്താ ഇങ്ങനെ പോരാത്തേ കൊണ്ടാണ്. ഈ ഒരു സെൽഫി ഒക്കെ എടുത്ത് അമ്മയ്ക്ക് ഇങ്ങനെ കാട്ടി കൊടുത്ത്, എന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇടങ്ങാറാട്ടെ. എന്നിട്ട് അടുത്താഴ്ച അമ്മയും വരണം കേട്ട്. ദേവീട്ടിന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. പിന്നെ ഇതാ മാഷുണ്ട്, 2 മാഷ്മാരുണ്ട്. മക്കളെ അമ്മമാരാണ്. 2 പേരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇത്ര അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്താഴ്ച വരും. അപ്പോൾ ഒരു ദിവസത്തെ പ്രാക്ടീസ് നമുക്ക് ഇങ്ങനെ ആക്കാമെന്നുള്ള വിചാരത്തിൽ അങ്ങനെ വന്നതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഡാൻസിനുള്ള കോല് ഉണ്ടാക്കണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു കപ്പയും മീൻകറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു
നമുക്കിന്ന് പുഴയിൽ പോയി കഴിക്കാം. അവിടെ പുഴ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നേന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ. അടുത്ത ആഴ്ച വരും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണം. നല്ല വിഷമുണ്ട്. ഇവരൊക്കെ ആകെ വിഷമിരിക്കുകയാണ്. ഫുഡ് കൊടുക്കട്ടെ കേട്ടോ അവർക്കൊക്കെ. ഇത് നമ്മളെ പിന്നെ ഇതിലേക്ക് പോകുന്നതല്ലേ, അപ്പം കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. നല്ല കപ്പ, ചൂട് കപ്പ എടി എടി ഇത് അവിടെ കൊണ്ടുവച്ച ആ കുറച്ച് ദൂരം അങ്ങോട്ട് കൊണ്ടുപോയി. ചിക്കൻ ഇട്ടയില് ചിക്കൻ മീൻ കറിയാണോ ചിക്കൻ കറിയാണോ? ചിക്കൻ കറി. ചിക്കൻ കറി കൂട്ടിയിട്ട് പിന്നെ മീൻ കറി മീൻ കറി ഞാൻ കൂട്ടിയിട്ടില്ല. ഈ രണ്ടും കൂടി ഒപ്പം ഇടുന്നത് മീനും ചിക്കനും ഒപ്പം. ആ കയ്യിലുണ്ട് എടുത്ത ചൂടാണ്. എടുക്കടി പടപ്പേ പിടിച്ച മളെ പിടിച്ചോ ഇനി അടുത്തായിരിക്കാം. പൊന്നൂന് ഇട്ടിട്ടില്ലല്ലോ. പൊന്നൂന് ചിക്കൻ കറിയും മീൻ കറി ആദ്യം വേണ്ട. പാത്രം ഒക്കെപ്പാടല്ല മീൻ കറി മാത്രമേ. ആദ്യം എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഇരിക്കാനുണ്ട്. ഈ കറി ആ മറ്റേത് ഇതെടുക്കട്ടോ. പൂള എടുക്കുമ്പോ എന്താ ചിക്കൻ കറി ഓക്കെ. സൂപ്പറായോ എടി? സൂപ്പറായോ? രസല്ലേ എടി? സൂപ്പറായി. അടുത്ത ആഴ്ച വരും നമുക്ക് പോരണ്ടേ? സൂപ്പറല്ലേ? സമൃദ്ധി തിന്നില്ല ഈ എവിടെ? ആ എങ്ങനെയുണ്ട്? അയ്യോ പറയാൻ വയ്യ. ആണോ? ഇവിടെ ഇരുന്ന് കഴിക്കണേണ് നമുക്ക് ഏറെ ഒരു എന്താ പറയാ വൈബ്. ഇയാൾ കണ്ടതാ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേ? കാറ്റുള്ള വേണ്ടിട്ടോ. അപ്പം അതാ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ പോവുള്ളൂ. കുറേ പേരുണ്ട് കേട്ടോ, മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഒരു കൈ എന്തൊക്കെയാ വേണോ? ചോറ് കൊണ്ടുവരാ. ഇത് വേണോ? എന്നാ ഇത് സ്വന്തം പുറത്തേക്ക് വരും. പാത്രം എല്ലാരും വേസ്റ്റ് തിക്കിടേ. വേസ്റ്റ് ഒക്കെ തിക്കിട്ടോ. തിക്കിട്ട് വേസ്റ്റ് ആ വേസ്റ്റ് കൊണ്ടുപോകും. എവിടേക്ക് പോവാ? ഒഴുകി പോകണ്ട. എല്ലാരും കൊയങ്ങി. കുറച്ച് ചെലവായി കൊറേ തകണേ കണ്ടോ. വെച്ചുണ്ടാക്കി വന്നപ്പോഴത്തേന് സമയം ഒരുപാട്. അതുകൊണ്ടാണല്ലേ ഇല്ലെങ്കിൽ ഇതൊന്നും ബാക്കി വരില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോരാണ് കേട്ടോ. ബാക്കി അയക്കണം. അപ്പൊ എല്ലാരും കയ്യിലും ഉണ്ട് കേട്ടോ പാത്രം. ഇപ്പൊ ഇതാക്കണ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയായി മക്കളെ.
അപ്പൊ എല്ലാരും കുഴങ്ങിണ്ട് കേട്ടോ. ഇതെന്താ? അല്ല ഇതെന്താടി? അമ്മ അത്യാവശ്യത്തിന് വന്ന് അറിഞ്ഞിട്ടുണ്ട്. ആരും കൊയങ്ങി വരികയാണ് ഗായ്സ്. കൊണ്ടേ സാധനം ഇങ്ങോട്ട് തന്നെ പകുതി കൊണ്ടുവന്നു. കൊറേ വെള്ളം കാണാത്ത കൊറേ എണ്ണങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ കൊറേ വെള്ളം കാണാത്ത വരുന്നുണ്ട്. എല്ലാരും കൊയങ്ങി വരികയാണ് ഗായ്സ്. കൊട്ടാണ് കേട്ടോ. അവസാന ഘട്ടാണ്. ഒരു പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് അറിയിച്ച് പോവാന്ന് വിചാരിച്ച് പടക്കൊക്കെ പൊട്ടിച്ച് പോവാണ് കേട്ടോ. അപ്പൊ അതാ എല്ലാരും പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും പോവാണ്. അപ്പൊ ടാറ്റ പോയിക്കോളി. അപ്പൊ എല്ലാരും അമ്പാനെ വീട്. അപ്പം എല്ലാവരും പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബായ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.